rock, dude! Thanks so much. Thanks a million. You're the best! That's so kind of you. I'm happy to help. Happy to help. Don't forget to like and subscribe. Hi everyone, this is me, Jeans, an English empowerment coach from Fluent Now. ഈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോ നമ്മൾ കണ്ടിരുന്നത് എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നതെന്നായിരുന്നു. അത് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കുക എന്നാണ് നമ്മൾ ഈ വർഷത്തെ തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്കും ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും ഈ ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക. വാച്ച് ചെയ്യുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുന്നതിനും മറക്കരുത്. കാരണം അതാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിനും അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സോ ലെറ്റ്സ് ജംപ് ടു ദ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ നന്ദി പറയുന്നതിനെ പറ്റിയാണ്. എങ്ങനെയാണ് നന്ദി പറയുന്നത്? എനിക്ക് തോന്നുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിൽ ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നന്ദി പറയുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുക. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അവരോടും നമ്മൾ നന്ദി പറയേണ്ടതാണ്. എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇംഗ്ലീഷുകാർ നന്ദി പറയുന്നു എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് താങ്ക് യു വെരി മച്ച് ഓർ താങ്ക് യു സോ മച്ച്. സാധാരണ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിന് വ്യത്യസ്തമായ തലങ്ങളുണ്ട്. ഏതൊക്കെയാണ് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നതെന്ന് നോക്കാം. Don't forget to like, comment and subscribe. താങ്ക് യു എന്ന് പറയുന്നതിന് പകരമായി സാധാരണ അവർ പറയുന്ന ഒന്നാണ് താങ്ക്സ് സോ മച്ച്. താങ്ക്സ് സോ മച്ച്. അതിൽ എസ് വേണം കേട്ടോ. താങ്ക്സ് സോ മച്ച്. Thanks so much for coming to my bat mitzvah. Thanks so much. Governor, thanks so much for joining us. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒന്നാണ് വേറൊന്നാണ് താങ്ക്സ് എ മില്യൺ. Thanks a million. പറഞ്ഞു നോക്കിയേ. Thanks a million. Thanks a million. Thanks a million. So I also tell you thanks a million for subscribing my video and sharing to your friends. Thanks a bunch. പറഞ്ഞേ. Thanks a bunch. Thanks a million. Thanks so much. Thanks a bunch. How about thanks a bunch? Thanks a bunch. ഇതല്ലാതെയും വളരെ വ്യത്യസ്തമായ വേറെ ശൈലികളുണ്ട്. അതൊന്നാണ് You rock. You rock, dude! You rock. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് You are the best. അല്ലേ? അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ? You are the best. You're the best, man. You did it, man. You're the best? You're the best. അതുപോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് That is nice of you. അല്ലേ? അങ്ങനെ പറയാറില്ല. That is nice of you. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? That is nice of you. അല്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ. That is nice of you. That's so nice of you, C. Thank you so much. So nice of you. Wow. That's so nice of you, but I don't need. That is so nice of you. എന്ന് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒന്നാണ് That's so kind of you. That's so kind of you. That's so kind of you. Bendito, that's so kind of you. ഇങ്ങനെ നമ്മളോട് താങ്ക്സ് പറയുമ്പം നമ്മൾ തിരിച്ചു പറയണ്ടേ? എങ്ങനെയാണ് തിരിച്ചു മറുപടി പറയുന്നത്? സാധാരണ നമ്മൾ പറയുന്നതാണ് യു ആർ വെൽക്കം. റൈറ്റ്? സാധാരണ നമ്മൾ എപ്പോഴും പറയാറുണ്ട് യു ആർ വെൽക്കം. You are welcome. You are welcome. വേറെ ഒന്നുണ്ടല്ലോ മൈ പ്ലഷർ. മൈ പ്ലഷർ. It's my pleasure. My pleasure. It was my pleasure. സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്ന ഒന്നാണ് നോ വറീസ്. നോ വറീസ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. നോ വറീസ്. No worries. No worries. The secretary has no worries. വേറൊന്ന് ഹാപ്പി ടു ഹെൽപ്പ്. ഹാപ്പി ടു ഹെൽപ്പ്. Happy to help. I'm happy to help. Happy to help. ഇപ്പോൾ നിങ്ങൾ താങ്ക് യു എങ്ങനെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ സംസാരം എല്ലാം കഴിഞ്ഞ് മടങ്ങുന്നൊരു സമയമുണ്ടല്ലോ, ബൈ പറയുന്നൊരു സമയമുണ്ടല്ലോ. ബൈ ബൈ. Take care. Bye-bye. ബൈ എന്നല്ല നമ്മൾ സാധാരണ ഇവിടെ പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ബൈ പറയാറുണ്ട്. അതല്ലാതെ ഈ ബൈക്ക് പകരം നമ്മൾ ഏതൊക്കെ വേർഡ്സുകൾ ഫ്രേസുകൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ സീ യു ലേറ്റർ. അല്ലേ? സീ യു ലേറ്റർ. If you liked it, please don't forget to subscribe below. I'll see you later. See you later. See you later. See you later. അല്ലെങ്കിൽ വേറൊന്ന് പറയാനുണ്ട് സീ യു സൂൺ. സീ യു സൂൺ. See you soon. See you soon. See you soon. അടുത്തൊന്നാണ് ടോക്ക് സൂൺ. ടോക്ക് സൂൺ എന്ന് പറഞ്ഞു നോക്കിയേ. ടോക്ക് സൂൺ. Okay, talk soon. Talk soon. Okay.
Talk soon. അതുപോലെ തന്നെ നമ്മളിപ്പം സംസാരിക്കുന്ന ഒരാൾ വണ്ടി എടുത്ത് പോവുകയാണ്, കാറോ വണ്ടി ഏതെങ്കിലും എടുത്ത് പോവുകയാണ്. അപ്പോൾ നമ്മളെന്ത് പറയും? ഡ്രൈവ് സേഫ്, ഡ്രൈവ് സേഫ്, ഡ്രൈവ് സേഫ്ലി. Drive safe, baby. Drive safe. All right, you drive. രണ്ടും പറയാറുണ്ട്. ഡ്രൈവ് സേഫ് എന്നും ഡ്രൈവ് സേഫ്ലി എന്നും പറയാറുണ്ട്. അപ്പം ഈ പദങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഈ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രൊനൗൺസിയേഷൻ നമുക്ക് എപ്പോഴും സ്കൂൾ ലൈഫിലൊക്കെ അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഇത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും എന്നുള്ളതാണ്. ആ പ്രൊനൗൺസിയേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വളരെ രസകരമായ രീതിയിൽ സിനിമയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഷോസുകളുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. വളരെ നിങ്ങൾക്ക് എളുപ്പമായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് എങ്ങനെ എത്രമാത്രം ഉപകാരപ്രദമാണ് എന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സാധാരണ വീഡിയോസ് നമ്മൾ യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണുന്നത് ഇംഗ്ലീഷ് മലയാള വീഡിയോ കണ്ട് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും നമുക്ക് അത്ര വലിയ ബെനിഫിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരു ട്രാൻസ്ലേഷൻ അല്ല നമുക്ക് സാധാരണ ചെയ്യേണ്ടത് അല്ലേ. നമ്മളൊരു സാഹചര്യം വന്നു നമ്മൾ ഡയറക്റ്റ് ഇംഗ്ലീഷാണ് സംസാരിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് എനിക്ക് തോന്നുന്നത് കുറച്ച് മാറ്റങ്ങളൊക്കെ സാധാരണ ക്ലാസ്സുകളിലും യൂട്യൂബ് ചാനലുകളിലൊക്കെ മാറ്റം വരുത്തേണ്ടത്. ഇങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ഒരു പരിധിവരെ നല്ലതാണ്, നിങ്ങൾക്ക് എഴുതാനും ഒക്കെ സഹായപ്രദമാകും. എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ നാച്ചുറലായിട്ട് സംസാരിക്കാൻ സാധിക്കുക. സോ ലിസൺ മോർ ആൻഡ് പ്രാക്ടീസ് ഇറ്റ് ആൻഡ് വി ക്യാൻ അച്ചീവ് ഇറ്റ് വിതിൻ ദിസ് ഇയർ. ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകുക, ഫ്ലുവൻറ്റ് നൗവിനോട് ഒപ്പം ഉണ്ടാകുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ കാണുന്നവർ ബൈ ബൈ. ദിസ് ഇസ് ജീൻസ്. I'll see you later. See you later. See you later. See you soon.